അപ്പോൾ 300ഓളം സിനിമ ചെയ്ത താങ്കളുടെ പലപ്പോഴും പോസ്റ്ററിൽ താങ്കളുടെ മുഖം കാണാറില്ല, താങ്കളുടെ മറ്റ് ആൾക്കാർ മുഖം കാണുകയാണെങ്കിൽ താങ്കളുടെ മുഖം കാണാറില്ല. താങ്കൾ മുഖം വയ്ക്കാത്താണോ അല്ലെങ്കിൽ വരാത്താണോ? അത് ഈ അവഗണന കാലങ്ങളായിട്ട് ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം വലിയൊരു മേജർ റോള് ഒരു സിനിമ ചെയ്താൽ പോലും ചിലപ്പം അബദ്ധത്തിലെങ്ങാനും താഴെ ഒരു തീപ്പട്ടി പടം പോലെ ഇങ്ങനെ കൊടുക്കും. അടുത്ത് നോക്കി എനിക്ക് പോലും മനസ്സിലാവില്ല എന്നെ. അപ്പോൾ ആ ഒരു അവഗണന കാലാകാലങ്ങളായിട്ട് എനിക്കുണ്ട്. പിന്നെ അതുപോലെ ചില സിനിമകളിൽ അഭിനയിക്കുന്ന വലിയ റോളായിരിക്കും അഭിനയിക്കുന്നത്, പേരെഴുതത്തില്ല. ഇനി അഥവാ എഴുതിയാൽ തന്നെ ഏറ്റവും ലാസ്റ്റ് എഴുതുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അഭിനയിക്കാൻ വിളിക്കും. പക്ഷേ ആദ്യമൊക്കെ എനിക്കിത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഇപ്പം അത് യൂസ്ഡായി, മൈൻഡ് ചെയ്യാറില്ല. അതും കഴിഞ്ഞു, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു അല്ലേ? ഈ ജീവിതത്തിലിടയ്ക്ക് ഒന്നും വിവാദങ്ങൾ എന്തെങ്കിലും താങ്കളെ തളർത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നപ്പോൾ? സ്വാഭാവികമായിട്ടും സംഭവം ഉണ്ടാവുമല്ലോ. അത് നമുക്ക് അത് കരിയറെ ബാധിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും? ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാഠമാണ് ഇതെല്ലാം. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്നുള്ളൊരു പാഠമാണത്. പിന്നെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ്, സ്നേഹിക്കുന്നവരാരൊക്കെയാണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്നൊരു ചെറിയ പാഠം ആണത്. ഈ ബൈജു എന്നൊരു വ്യക്തിയെ പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത് അന്ന് ആ മറ്റേ പാലിൻ്റെ പാത്രം കൊണ്ട് നടക്കുന്ന താങ്കളെപ്പോഴും വളരെ ചെറുതായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതാണ് എനിക്ക് സന്തോഷം, അങ്ങനെ വിചാരിക്കുന്നതിനാണ്. കാരണം ആ പടത്തിൻ്റെ ഇത് ബ്രേക്ക് ചെയ്യാൻ, അതായത് അതിനും അപ്പുറം ഒരു അല്ലെങ്കിൽ ബൈജു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം കാസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഈ ചെറുതിലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചെറുതിൽ അഭിനയിച്ചത് എന്നെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും പിന്നെ വരുന്ന കഥാപാത്രം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ, അനീഷ് ചോദിച്ച പോലെ, ചില ആൾക്കാരുടെ മനസ്സിൽ, അതായത് പഴയ തലമുറയുടെ മനസ്സിലാണതുള്ളത്. പുതിയ തലമുറയിലുള്ളവരൊന്നും അത് കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ അതില്ല, പഴയ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ബൈജു മാത്രം നായകനായിട്ടൊരു സിനിമ, അത് ഫുള്ളി സക്സസ്ഫുൾ കമേഴ്ഷ്യലി വിജയിപ്പിക്കുന്നു? അങ്ങനെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആഗ്രഹിക്കും. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? താങ്കളുടെ ഇത്രയും കഴിവുണ്ടായിട്ടും കഥ അതല്ല, നമ്മൾ ഈ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലയിലെടുത്ത് അല്ലെങ്കിൽ സമയം ശരിയാകുമ്പോൾ അത് വന്ന് ചേരും. നമ്മൾ വെറുതെ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ പുറത്തിറങ്ങിയ ബൈജു എന്ന വ്യക്തിയെ കണ്ട എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു ഇത്? ജനങ്ങൾക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അത് നമുക്കറിയാം. ഇഷ്ടക്കേടൊന്നുമില്ല, എന്നോട് അങ്ങനെ ഇഷ്ടക്കേട ആർക്കും തന്നെ ഇല്ല. എപ്പോഴെങ്കിലും സിനിമ സംവിധാനം ചെയ്യണ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അടുത്ത വർഷം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനുണ്ട്. ഓ അത് ശരി. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സിനിമയ്ക്ക് പുറത്തില്ല ആയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ വല്ല നാടകമോ അങ്ങനെയല്ല ആ രീതിയിൽ തന്നെ പോകുള്ളായിരുന്നു? ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ഒരു DSP ആയിട്ടിരുന്നേ. പോലീസായിരുന്നു താല്പര്യം? പണ്ട് തൊട്ട് താല്പര്യം അതായിരുന്നു എനിക്ക്, ഒരു SI ആയിട്ട്. അപ്പോൾ പിന്നെ അഭിനയം തലക്കേറിയപ്പോൾ എഴുതായിരുന്നാണോ? അതല്ല, അഭിനയം തലക്കേറിയൊന്നുമില്ല. പിന്നെ അഭിനയിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഗ്രാജുവേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഗ്രാജുവേഷൻ ഇല്ലാതെ SI ആക്കും. അപ്പോൾ അതുകൊണ്ട് അതും നടന്നില്ല. ശരി. മറ്റു ഭാഷകളിൽ എപ്പോഴെങ്കിലും ഒന്ന് കാര്യമായി ശ്രമിച്ചിരുന്നോ? ഇല്ല. അതും ഇല്ല. പക്ഷെ താങ്കൾക്ക് അതിനുള്ളൊരു ഇതുണ്ടായിട്ടും ഭാഷ വലിയ പ്രശ്നമല്ലോ. ഭാഷ തമിഴൊക്കെ അറിയാം നന്നായിട്ട്. ചിലപ്പോൾ ഇനി വരുമായിരിക്കും. അത് ശരി. ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ വിധി അനുസരിച്ചുള്ള സമയം വരുന്നത് ഇനിയായിരിക്കും. നോക്കാം. സിനിമയിൽ സംവിധായകരല്ലാതെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തല്ലാതെ കടപ്പാടുള്ള നടന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാര്യമായി സഹായിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. അപ്പോൾ താങ്കൾ ശരിക്കും ഒരു സെൽഫ് മെയ്ഡ് കൃഷി തന്നെയാണ്? സെൽഫ് മെയ്ഡല്ല. അങ്ങനെയൊന്നും ആരും സഹായിച്ചിട്ടോ. എന്തുകൊണ്ടാണ് താങ്കളൊരു ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും ജോവിയലായിട്ടൊരു വ്യക്തിക്ക് വല്ലാത്തൊരു സൗഹൃദ വലയം ഇല്ലാത്ത സിനിമയ്ക്കുള്ളിൽ അങ്ങനെ സൗഹൃദങ്ങൾ പൊതുവേ എല്ലാവർക്കും കുറവാണ്. അത് ശരിയാണ്. കാണുമ്പോൾ ഭയങ്കര സൗഹൃദമായിരിക്കുമല്ലോ, പിരിയുമ്പോൾ ആ സൗഹൃദം അവിടെ ഉപേക്ഷിക്കപ്പെടും. പിന്നെ ചിലർ തമ്മിലൊക്കെ സൗഹൃദമുണ്ട്, ഫോൺ വിളിക്കുക, അത്യാവശ്യം വല്ലപ്പോഴും സംസാരിക്കുക. ഞാൻ സൗഹൃദമുള്ള സിനിമയിലുള്ള പിന്നെ 4-5 പേരുണ്ട്. ഇപ്പോൾ മണിയമ്പള രാജചേട്ടനായിട്ട് വിളിക്കാറുണ്ട്, പിന്നെ ജഗദീഷ് ചേട്ടനായിട്ട് വിളിക്കാറുണ്ട്, മുകേഷ് ചേട്ടനായിട്ട് വിളിക്കാറുണ്ട്, പിന്നെ വിജയരാമൻ ചേട്ടനായിട്ട് വിളിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള 5-6 പേരേ ഉള്ളൂ.
ഗൾഫ് ഷോക്ക് ഇവിടുന്ന് എല്ലാവരും പോയില്ലേ, അമ്മയിലെ അംഗങ്ങളെല്ലാം പോയി പോയി. എന്നെ കൊണ്ടുപോയില്ലല്ലോ. അത് വിളിക്കാൻ ഞാനോ? വിളി കഴിഞ്ഞിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, എനിക്കന്ന് സിനിമ കുറവായിരുന്നു. ഈ പുതിയ പടം പുത്തമ്പടത്തിലുള്ള കഥാപാത്രം താങ്കളെ ഇനിയുള്ള ഒരു ഗ്രാഫിലേക്കൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? മാറ്റം ഉണ്ടാകണ്ടേ ഇനിയെങ്കിലും? ഉണ്ടാവണം, വേണം. ഇനി സമയമില്ല. വളരെ പ്രതീക്ഷയോടെ വന്ന കഥ. പുത്തമ്പടം എനിക്ക് നല്ല പേര് കിട്ടിയൊരു സിനിമയാണ്. ഞാൻ സംവിധായകൻ രഞ്ജിത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ആ സിനിമ കണ്ടിട്ട് തന്നെ ഒരുപാട് നടന്മാർ വരെ വിളിച്ചിരുന്നു. മമ്മൂക്ക പോലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നിനക്ക് നല്ല പേരാണ് കേട്ടോ ഈ പടത്തിൽ. ശരി. പിന്നെ എന്നെ ഒരുപാട് പേര്, മുകേഷ് വിളിച്ചിരുന്നു, ജയസൂര്യ വിളിച്ചിരുന്നു, വിജയകുമാർ വിളിച്ചിരുന്നു, ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. പിന്നെ ചോദിക്കാനുള്ളത്, ഈ വിദേശ ടൂർ അല്ലെങ്കിൽ വിദേശത്തെ പ്രോഗ്രാം, പിന്നെ അവാർഡ് നൈറ്റ്സ്, അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും താങ്കളുടെ സാന്നിധ്യം കാണാറില്ല. വിദേശത്തും താല്പര്യമില്ലാത്ത വരെ ഒരു ഗൾഫ് പ്രോഗ്രാമിനും പോയിട്ടില്ലാത്ത നടൻ ഞാനാണ്. പക്ഷെ ഞാൻ ഗൾഫിൽ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് ഞാൻ പോയിട്ടില്ല. അമേരിക്കയിലാണെങ്കിലും ഒരിടത്തും പോയിട്ടില്ല. എന്താണ്? എന്നെ ആരും വിളിക്കാത്തതുകൊണ്ട്. അവാർഡ് നൈറ്റ്സിനും കാണാറില്ല? അത് കാണാൻ പോകാനല്ലേ, അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനാണ്. രണ്ടായാലും ശരി, ഇത് രണ്ടിലും കാണാറില്ല. കാരണം ബാക്കി എല്ലാവരും താങ്കളുടെ താങ്കളെ വിളയാടിയിരുന്ന ആ സമയത്തുള്ള എല്ലാവരെയും കാണാറുണ്ട്. വിദേശ യാത്രയ്ക്കായാലും ഗൾഫ് ടൂറായാലും താങ്കളെ കാണാറില്ല. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 5-6 വർഷം മുമ്പ് ഇവിടുന്ന് ഗൾഫ് ഷോക്ക് ഇവിടുന്ന് എല്ലാവരും പോയില്ലേ, അമ്മയിലെ അംഗങ്ങളെല്ലാം പോയി. എന്നെ കൊണ്ടുപോയില്ലല്ലോ. അത് വിളിക്കാൻ ഞാനോ? വിളി കഴിഞ്ഞിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, എനിക്കന്ന് സിനിമ കുറവായിരുന്നു, ഞാൻ മുഖ്യധാരയിലില്ല, കൊണ്ടുപോകില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് സിനിമകളുണ്ടായി. അങ്ങോട്ട് അടുത്ത പ്രാവശ്യം അവർ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എന്നെ ഉറപ്പായിട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ അപ്പം എനിക്ക് ചിലപ്പോൾ അസൗകര്യം ഉണ്ടാകും, ഞാൻ ചിലപ്പോൾ പോയില്ലെന്ന് വരും. അപ്പോൾ ചാടേന്ന് പറയൂ? അത് പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ ചാടാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വലിയ ജാടക്കാരനാണെന്നുള്ളത്. നേരത്തെ ചോദിച്ചല്ലോ. അതെ, ചില ആൾക്കാരുടെ ധാരണയാണ്. ഇനിയിപ്പോൾ എങ്ങനെ തിരുത്തണമെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അല്ല, അപ്പോൾ ഒരു വളരെ അത് സിനിമയിലുള്ളവർക്കാണ് കേട്ടോ കൂടുതലാ തോന്നല്, നാട്ടുകാർക്കല്ല. ശരി, സിനിമയിലുള്ള ആൾക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നല്. ശരി. പിന്നെ അതുപോലെ ദേഷ്യക്കാരനാണ്, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരിച്ചു വല്ലതും പറയും. ഒരിക്കലും ഇല്ല. ഒരു സെറ്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിനി ഡയറക്ടർ ആരോ ആയിക്കോട്ടെ, ഈസ് ദ ക്യാപ്റ്റൻ. പുള്ളി പറയാൻ നമ്മൾ അനുസരിക്കുക എന്നുള്ളൂ. പിന്നെ മണ്ടത്തരം പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കത്തില്ല. മണ്ടത്തരം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? താങ്കൾക്ക് എപ്പോഴെങ്കിലും ഇത്രയും സിനിമകൾ ചെയ്ത താങ്കൾക്ക് ഇത്രയും ആൾക്കാർ താങ്കൾ തിരിച്ചറിയുന്നു, എപ്പോഴെങ്കിലും നടൻ എന്നുള്ളൊരു അഹങ്കാരം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് തലയ്ക്ക് പിടിച്ചിട്ടില്ലല്ലേ? ഒരിക്കലും ഇല്ല. ചിലപ്പോൾ എൻ്റെ നടത്തത്തിലൊക്കെ ചിലപ്പോൾ ഒരു അഹങ്കാരം കാണും. ശരി. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നടത്തം മാറ്റാൻ പറ്റില്ല, ഇങ്ങനെ നടക്കണല്ലേ? അപ്പം ചിലർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആൾക്കാർ ചിലരങ്ങനെ ധരിക്കും. ഇത്ര ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരിലാരെങ്കിലും വന്ന് ഏറ്റവും നല്ലൊരു പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് നിങ്ങൾ ഓർമ്മയുണ്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച്? അത് ഈ പടം കണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഈ പടം കണ്ടിട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ വേറെ ആരുമില്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ചുമ്മാ അവർ പറയുന്നതാണ്, അല്ലാതെ കാര്യമൊന്നും. ഇത്രയും അറിയപ്പെടുന്നില്ലെങ്കിൽ ഇത്രയും ഉള്ള വ്യക്തി പലപ്പോഴും ഭയങ്കര എലൂസീവാണ്, അഭിമുഖങ്ങളിൽ കാണാറില്ല, പൊതുവേദികളിലധികം ഇതല്ല, ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇല്ല, ഒന്നുമില്ല. താങ്കളൊരു നിഗൂഢതയാണ്. എങ്ങനെ നിഗൂഢത മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ചാനലിലൊക്കെ കാണാത്തത് ഞാൻ പോകാത്തോണ്ടാണ്. പിന്നെ ഈ സ്റ്റേജ് ഷോകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്, അവിടെ തന്നെ കാണാറില്ല അല്ലേ? അവിടെ ഞാൻ പോകാറില്ല. ഞാനിങ്ങനെ ഒരു ഒതുങ്ങി കൂടി ജീവിക്കാൻ ഞാൻ തന്നെ 1 വർഷം എടുത്തിട്ടാണ് താങ്കളുടെ അടുത്ത് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. 1 വർഷം മുമ്പ് വിളിച്ചു തുടങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹം എന്തിനാണ് ഇത്ര എലൂസീവായിട്ട് കൂടുതൽ നടക്കുന്നത്? എന്തിനാണ് അങ്ങനെ? കൂടുതലൊന്നുമല്ല, ഞാൻ എങ്ങും പോയി ഇടിച്ചു കയറാറില്ല. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. തള്ളിക്കയറൽ എന്നുള്ള പരിപാടി നിഘണ്ടുവിലില്ല. ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോകുന്നുള്ളതല്ലാണ്ട് തള്ളിക്കയറ്റാൻ എനിക്കത് പറ്റില്ല. അത് മാത്രം എനിക്ക് ജീവിതത്തിൽ പറ്റാത്ത ഒരു കാര്യമാണ്. അത് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എന്തായാലും ചോദിക്കാനുണ്ട്. സിനിമയിലായാലും ജീവിതത്തിലായാലും താങ്കൾ ഹാപ്പിയാണോ? കുഴപ്പമില്ല. എന്നാലും അപ്പോൾ എത്രയോ എന്തൊരു വിഷമമുണ്ട്. എത്രയോ പിന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഇല്ലേ? സന്തോഷമില്ല ജീവിക്കുന്ന എത്ര പേരുണ്ട്. നമ്മൾ അവരെ വെച്ച് നോക്കുമ്പോൾ എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെപ്പോഴും താഴോട്ട് നോക്കി ജീവിച്ചാൽ പോരെ. മേളോട്ട് നോക്കി ഒരിക്കലും ജീവിക്കും, താഴോട്ട് നോക്കി ജീവിക്കാം. വളരെ നന്ദി ശ്രീ. ഓക്കെ അനീഷ്, താങ്ക് യു. സന്തോഷം.